കപ്പലേറിയൻ കിനാക്കൾ അക്കരേക്ക് പോയി, കടലു താണ്ടി അകലെ മാമല നാട്ടിലണവായി. ഒപ്പമേറിയ നിനവുകൾ വിരഹാർദ്രമായി നീളെ, ഓമനിക്കാൻ പൂമനക്കുൾ കാത്ത ഓമലാളേ. അപ്പുറത്തെ കൽപ്പടവില്ലെത്തിയാലെന്നാട്, അരുവിയോരം വിരഹനോവാൽ അറപുകഞ്ഞ വീട്. അപ്പുറത്തെ കൽപ്പടവിൽ എത്തിയാലെന്നാട്, അരുവിയോരം വിരഹനോവാൽ അറപുകഞ്ഞ വീട്. ഓർമ്മകൾ മാറോട് ചേർത്തുറങ്ങും പെണ്ണോരൂത്തി, കപ്പലേറി എൻ കിനാക്കൾ അക്കരേക്ക് പോയി, കടലു താണ്ടി അകലെ മാമല നാട്ടിലണവായി. പെണ്ണൊരുത്തി എൻ തലോടലേറ്റുണർന്ന നേരം, പരിഭവം ആ പാതിരാവിൽ ഇടറിമൊഴിയും സാരം. മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രവും പിന്നാമ്പുറ കഥകളും തിരയുന്ന മാപ്പിളപ്പാട്ട് ഗവേഷകൻ കാസർഗോഡ് സ്വദേശി OBM ഷാജി നമ്മോടൊപ്പം ഉണ്ട്. എത്ര കാലമായി മാപ്പിളപ്പാട്ടുകളുടെ ചരിത്രം തേടി ഉള്ള യാത്ര? മാപ്പിളപ്പാട്ടിൻ്റെ ചരിത്രം തേടിയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചെറുപ്പം തൊട്ട് തന്നെ കഥാപ്രസംഗ വേദികളിൽ കേൾക്കുമായിരുന്നു. പിന്നെ എൻ്റെ ഉമ്മ മൂത്തമ്മമാരൊക്കെ ഈ സെബീന പാട്ടുകൾ, മാലപ്പാട്ടുകളൊക്കെ പാടുമായിരുന്നു. ഇത് ശരിക്കും ഈ പ്രൊഫഷണലായി ഈ ഒരു രംഗത്തേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന ബഹുമാനപ്പെട്ട എൻ്റെ ഗുരുനാഥൻ യൂസുഫ് കട്ടത്തടുക്ക. അദ്ദേഹം അധ്യാപകനാണ്, മാപ്പിളപ്പാട്ട് പരിശീലകനാണ്, ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ കയ്യിലുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ശരിക്കുള്ള ഈ മാപ്പിളപ്പാട്ടിൻ്റെ തനതിലേക്ക് എന്നെ എനിക്ക് മനസ്സിലാക്കി തന്നത്. അതിനു മുമ്പ് പാട്ടറിയും എന്നല്ലാണ്ട് ഇത് എന്താണ് എഴുതിയേക്കുന്നത്, ഇത് എങ്ങനെയാണ് എഴുതിയേക്കുന്നത്, അങ്ങനെയാണ് അദ്ദേഹത്തിനോട് ഞാൻ സ്വന്തം രചന നിർവഹിച്ച് കാണിക്കുന്നതും എഴുത്ത് തുടരാൻ പറയുന്നതും ഗവേഷണം തുടരാൻ പറയുന്നതും. ഇപ്പോൾ ഇതുവരെയുള്ള ഗവേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും കൗതുകകരമായ വസ്തുതകൾ എന്തൊക്കെയാണ് മാപ്പിളപ്പാട്ടിൻ്റെ ലോകത്ത്? കൗതുകകരമായ വസ്തുതകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പം ഒരുപാടുണ്ട്. ഇപ്പം നിലവിലിപ്പം ഒന്ന് പറയുകയാണെങ്കിൽ, എളുപ്പം പറയുകയാണെങ്കിൽ, ഇപ്പം ഒരുപാട് പാട്ടുകളിൽ നമ്മൾ ബദറുൽ മുനീറിൻ്റെ ചേലില് ബദറഴകൊത്തവനാണവൻ, അതുപോലെ ബദറുൽ മുനീറും തോഴിയും ബദറുദിക്കും പൂവാടിയും. പി.ടി. അബ്ദുറഹ്മാൻ സാഹിബ് എഴുതിയ പാട്ടാണ്. അദ്ദേഹം തന്നെ എഴുതിയ പാട്ട് വളരെ ഫേമസ് ആയ പാട്ടാണ് മഹീൽ മഹാസീനെന്ന്. അതുപോലെ തന്നെ കണ്ണൂർ മമ്മാലിക്ക് എഴുതിയ പാട്ട് മഴവില്ലഴകുള്ള മധുരച്ചിരിയുള്ള ബദറുൽ മുനീറൊത്ത മാരൻ വന്നേ. പിൽക്കാലത്ത് സിനിമയിലും വന്നു. ആശമലരായി വിരിഞ്ഞോള്, പേര് ഹുസ്നുൽ ജമാലോള്. ഈ ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും എന്ന കഥാപാത്രം നിങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടി? നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല, മദ്രസയിൽ പഠിച്ചില്ല. 152 വർഷങ്ങൾക്ക് മുമ്പ് പേർഷ്യൻ കവിയായ നിസാമുദ്ദീനിൽ നിന്ന് കഥാസാരം ഉൾക്കൊണ്ടുകൊണ്ട് 152 വർഷം മുമ്പ് മഹാകവി മർഹൂം മോയിൻകുട്ടി വൈദ്യർ ബദറുൽ മുനീർ ഹുസ്നുൽ ജമാൽ എന്ന കിസ്സപ്പാട്ട് എഴുതി. പക്ഷെ അത് ആ കിസ്സപ്പാട്ട് അന്ന് എഴുതിയത് കൊണ്ട് ഇന്ന് ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളെ നമുക്ക് കിട്ടിയെന്ന് മാത്രമല്ല, 152 വർഷം മുമ്പ് എഴുതി വെച്ചത് ഇന്നത്തെ കവികളെയും കലാകാരന്മാരെയും അത് അദൃശ്യമായി സ്വാധീനിക്കുന്നു എന്നൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ വേറൊരു വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലത്ത് ആത്മീയപരമായും ചരിത്രപരമായും പാട്ടുകൾ മാത്രം എഴുതിയിരുന്ന ഒരു കാലഘട്ടത്ത് അതിനെയൊക്കെ തച്ചുടച്ചുകൊണ്ട് വിപ്ലവകരമായ ഒരു പ്രണയകാവ്യം എന്ന ഒരു മേഖലയിലേക്ക് മാപ്പിളപ്പാട്ടിനെ കൊണ്ടെത്തിച്ചതും മോയിൻകുട്ടി വൈദ്യരാണ്. വൈദ്യർക്ക് മുമ്പും കൃതിയുണ്ട്. ഇപ്പോൾ ഇതിൽ വൈദ്യര് ഉപയോഗിച്ച ഇശലിൻ്റെ രീതികൾ, അതായത് ആ പൊയറ്റിക് മീറ്റർ ഇശൽ, അതായത് വൃത്തം, ഇതൊക്കെ 844 കാലഘട്ടത്തിൽ എഴുതിയ ഉമറാനിലമ്പ് എഴുതിയ സക്കൂം പടപ്പാട്ടിലാണ്. സക്കൂം പടപ്പാട്ട് തമിഴിൽ എഴുതിയ ഒരു സക്കൂം പടൈപ്പുറ എന്നതിൻ്റെ ബാക്കിയാണ് മലയാളം അന്നത്തെ മാപ്പിള സാഹിത്യത്തിൽ എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതിൻ്റെ കൃതികളോ അതിൻ്റെ ആധികാരികമായി പറയാൻ കൃതി കയ്യിലില്ലാത്തടത്തോളം കാലം എത്ര വർഷം വരെ പഴക്കമുള്ള കൃതികൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്? അല്ല, കൃതികൾ ഓൾറെഡി മാപ്പിളപ്പാട്ടിൽ കണ്ടെത്തിയതിൽ ഇപ്പോൾ ഏറ്റവും പഴയത് മുഹിയുദ്ദീൻ മാലയാണ്. അത് ഏകദേശം 420 വർഷത്തോളം പഴക്കമുണ്ട്. മുഹിയുദ്ദീൻ മാലയ്ക്ക് ശേഷം ഇപ്പം കുഞ്ഞായി മുസ്ലിയാരുടെ കപ്പപ്പാട്ടുണ്ട്,
നൂൽമതിലുണ്ട്, ഇങ്ങനെയുള്ള പാട്ട്. അതിനൊക്കെ ശേഷമുള്ളതാണ് ഈ 844 ഈ സക്കും പടപ്പാട്ട്. ഷാജി കാസർഗോഡ് നിന്നാണ് എൻമകജെ. കാസർഗോഡ് തന്നെ ഈ സപ്തഭാഷ സംഗമ ആണ് എന്ന് പറയാറുണ്ടല്ലോ. ഈ മാപ്പിളപ്പാട്ടിൽ പൊതുവെ ഈ പറയുന്ന പോലെ പല ഭാഷകൾ ഉപയോഗിക്കുന്നത് കാണാറുണ്ട്. ഇപ്പോൾ പുതിയ എഴുത്തുകാരും ഒക്കെ മൂസിം പെരാരി പോലുള്ളവരും അത് ചെയ്യുന്നുണ്ട് വളരെ രസകരമായിട്ട്. ഇത്ര ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ശരിക്കും. മാപ്പിളപ്പാട്ടിൽ 7 ഭാഷകളും വേണമെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. കാരണം സുറിയാനി ഭാഷയൊക്കെ ആന്ത്രോത്ത് മുത്തുക്കോയ തങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഇംഗ്ലീഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ആന്ത്രോത്ത് മുത്തുക്കോയ തങ്ങളാണ് യൂസുഫ് കിസ് എഴുതിയത്. യൂസുഫ് കിസ് ഒരുപാട് ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് മുത്തുക്കോയ തങ്ങൾ എഴുതിയാണ്. അദ്ദേഹം ആദ്യത്തെ വരിയിൽ തന്നെ ജലീലവൻ ഫുറൂഖാനിൽ അഹ്സനുൽ ഖസസ് എന്ന് ചാറ്റിയ കഥകൾ ശേഖരിച്ചിട്ടുള്ള കവിത സാരാവാചക പദ്യ പദങ്ങളെല്ലാം ജനമനം സുഖിപ്പിക്കല്ല. എന്താണ് ഈ ചാറ്റ്? സംപ്രേഷണം. അതായത് ഖുർആനിൽ ജലീലവൻ അഹ്സനുൽ ഖസസ് ഏറ്റവും ശ്രേഷ്ഠമായ കഥ എന്ന് സംപ്രേഷണം ചെയ്തത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ സാഹചര്യങ്ങൾക്ക് ഒരുപാട് പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒന്ന് പ്രാദേശിക പദങ്ങളും വന്നിട്ടുണ്ട്. ഇപ്പം സാഹിത്യത്തിലേക്ക് മാറുമ്പം അന്നത്തെ മാപ്പിള സാഹിത്യമാണ്. ഇപ്പം സാഹിത്യത്തിലേക്ക് മാറുമ്പം ഇപ്പം വെറും സംസാര ഭാഷ എന്നതൊഴിച്ച് ആ സാഹിത്യത്തിൻ്റെ പ്രാധാന്യം കൂടി കാണേണ്ടതുണ്ട്. ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലയാളം കവിതയിൽ മധുസൂദനൻ നായർ ഇരുളിൻ മഹാനിദ്രയിൽ നിന്നുണർത്ത് നീ നിറമുള്ള ജീവിത പീലി തന്നു എന്ന പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. കാരണം കാര്യങ്ങൾ പ്രണയമാണ്. അതേ കവി എഴുതിയതാണ് ഗംഗ, അതുപോലെ തന്നെ നാരായണത്ത് ഭ്രാന്തൻ എന്നൊക്കെ. ഇരുളിൻ്റെ ആഴത്തിൽ അധ്യാത്മ ചൈതന്യം ഇമ വെട്ടി വിരിയുന്ന വേടമാടങ്ങളിൽ ഈറകളിളം തണ്ടിൽ ആത്മബോധത്തിൻ്റെ ഈണം കുറിക്കുന്ന കാടക കൊന്തയിൽ എന്ന് ഒരു സാധാരണക്കാരനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അതിൻ്റെ അർത്ഥം അറിയോ? അതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ നാരായണത്ത് ഭ്രാന്തനെ കുറിച്ച് അറിയണം, ആ ചരിത്രം അറിയണം, അഗ്നിഹോത്രിയെ കുറിച്ച് അറിയണം, അതറിയണം. പക്ഷേ ഇരുളിൻ മഹാനിദ്ര ഒന്നും അറിയണ്ട, വിഷയം പ്രണയമാണ്. എല്ലാവർക്കും പ്രണയമുണ്ട്, മരങ്ങൾക്കും മണ്ണിനും മനുഷ്യനും ഒക്കെ. അതങ്ങനെ ഒരു വ്യത്യാസം എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തെ സാഹിത്യം അങ്ങനെയാണ്. ഇപ്പോൾ 844 സാഹിത്യമല്ല മോയിൻകുട്ടി വൈദ്യർ എഴുതിയ സാഹിത്യം. മോയിൻകുട്ടി വൈദ്യർ എഴുതിയ സാഹിത്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് പുലിക്കൂട്ടിൽ ഹൈദർ എഴുതിയ സാഹിത്യം. പുലിക്കൂട്ടിൽ ഹൈദർ സാഹിബിൻ്റെ പിതാവ് അത്വാധികാരിയുമായി വളരെയധികം അടുപ്പുള്ള ആളാണ് കാഞ്ഞിരാലയും മോയിൻകുട്ടി വൈദ്യരും ഇവരൊക്കെ. എങ്കിലും ഇവർ മോയിൻകുട്ടി വൈദ്യർ ഒന്നും പുലിക്കൂട്ടിൽ ഹൈദർ സാഹിബിൻ്റെ ഗുരുക്കളല്ല. കമ്മട്ടി മരക്കാരും പുല്ലാര പൂക്കോയ തങ്ങളുമാണ്. അത് അദ്ദേഹം പാട്ടിൽ തന്നെ അന്നത്തെ കാലത്ത് എഴുതിയിട്ടുണ്ട്. ഉരുളിക്കാലം പെരുത്ത് പാട്ട് കെട്ടുന്നോരാം ഉണ്ടതില്ലൊന്നാമനാം കമ്മട്ടിമാരക്കാരാം. പരസ്പരം ഗുരുക്കന്മാരല്ലെങ്കിലും ആ കാലഘട്ടം കണ്ടവരാണ്. അപ്പം പദങ്ങളിൽ വ്യത്യാസം വരും. ഇപ്പം നമ്മുടെ ഭാഷയിൽ ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ സംസാരിച്ച പോലെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ സംസാരിക്കുന്ന പദങ്ങളിൽ പരിഷ്കാരം എപ്പോഴും വന്നുകൊണ്ടിരിക്കുക. എത്ര കാലം മുമ്പാണ് പ്രവാസം ആരംഭിക്കുന്നത്? യു എയിലായിരുന്നോ തുടക്കം? യു എയിലേക്ക് ഞാൻ 2008 എത്തിയത്. 18 വയസ്സുണ്ടാകുമ്പം യു എയിലുണ്ട്. അതിനു മുമ്പ് മഹാരാഷ്ട്രയിലായിരുന്നു. അപ്പം അപ്പോഴും ഈ പുസ്തകം കയ്യിലുണ്ടാവും എന്നുള്ളതാണ്. നാടുമായി ബന്ധമില്ലെങ്കിലും 2008 പിന്നെ ഇവിടെ കുറച്ച് കാലം കഴിഞ്ഞ് പിന്നെ ഇറാഖിലായിരുന്നു. ഇറാഖിൽ 3 വർഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ് വീണ്ടും യു എയിലേക്ക് വന്നു. പിന്നെ കുറച്ച് സൗദിയിൽ, പിന്നെ വീണ്ടും യു എയിൽ തന്നെ. ഇപ്പോൾ ദുബായ് മാപ്പിള കലാ അക്കാദമിയുടെ ഭാരവാഹിത്വത്തിലുണ്ട് അല്ലേ? ഇപ്പം കേരള മാപ്പിള കലാ അക്കാദമി ദുബായ് ചാപ്റ്ററിന്റെ ജനറൽ സെക്രട്ടറിയാണ്. അക്കാദമി ഒരു 14 ജില്ലാ കമ്മിറ്റിയും ഒരു സംസ്ഥാന കമ്മിറ്റിയും ലക്ഷദ്വീപും GCC അടക്കമുള്ള 100ഓളം ചാപ്റ്ററുകളുള്ള വലിയൊരു സംഘടനയാണ്. PH മുഹമ്മദ് മാഷ്, നമ്മുടെ PH മാഷ് രൂപകൽപ്പന ചെയ്ത സംഘടനയാണിത്. 2000 ദുബൈയിൽ എന്തൊക്കെയാണ് കൂടുതൽ ഈ ഗവേഷണവുമായി ബന്ധപ്പെട്ടുള്ള ആക്ടിവിറ്റികൾ നടക്കുന്നത്? ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞെങ്കിൽ അക്കാദമിയുടെ കീഴിൽ പാട്ടും പാട്ടറിവ് എന്നൊരു പരിപാടി ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കുന്നുണ്ട് സൗജന്യമായി തന്നെ. ഇപ്പോൾ 3 മാസം ആ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു, സീസൺ 1. പിന്നെ സീസൺ 2 ദുബായ് സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മൾ മൊത്തം സംസ്ഥാന കമ്മിറ്റിയും എല്ലാവരും ചേർന്നുകൊണ്ട് എല്ലാവർക്കും കിട്ടുന്ന രീതിക്ക് എല്ലാവരിലേക്കും പാട്ടിൻ്റെ അറിവുകളെ എത്തിക്കുക. തെറ്റിദ്ധാരണകൾ ഒരുപാടുണ്ട് ഇതിൽ, അതിനെ അങ്ങ് മാറ്റി നിർത്തിക്കുക. ഇന്ന് ഒരു പ്രശസ്തനായ ഒരാൾ പാടിയത് കൊണ്ട് അത് ഫൈനൽ എന്ന് പറഞ്ഞിട്ടില്ല. രചയിതാവ് എന്തെഴുതി അതാണ് പാട്ട്. അങ്ങനെ തെറ്റിപ്പാടുന്ന പാട്ടുകളുണ്ടോ? ഒരുപാട് പാട്ടുകളുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അവാർഡ് കിട്ടിയവരെ വരെ തിരുത്തേണ്ടി വരും. ഇപ്പം അതിലെനിക്ക് രസകരമായി തോന്നിയത് ഇപ്പം എല്ലാവർക്കും ഫേമസ് ആയ ഒരു പാട്ടാണ്. അല്ലാ റസൂലിനെയും കഴിച്ചെനിക്കെല്ലാത്തിലും സഖിയാണോരേ എന്തെന്നബുവരില്ലഹിയായ സന്ധിരമാനിതമാരരേ
ഒരുപാട് ആൾക്കാർ പാടിയ പ്രശസ്തമായ പാട്ടാണ്. ഇന്നും അതിൽ 4 വരി വിട്ടിട്ടുള്ളത്. പൂർണ്ണമായി പാടിയിട്ടുണ്ടാരോ, പക്ഷെ അത് റെക്കോർഡിക്കലി കയ്യിൽ കിട്ടിയിട്ടില്ല. എൻ്റെ കയ്യിൽ കിട്ടിയത് പാടിയത് ഫസീലാത്ത 72 കാലഘട്ടത്തിലേറ്റവും ഇവിടെ സൗദിയിലോ ദുബായിലോ ഒരു വേദിയിൽ സ്റ്റേജ് ഷോയിൽ പാടിയതാണെന്ന ഫസീലത്ത പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ഞാൻ ബന്ധമുള്ള ആളായിരുന്നു, ചോദിച്ചിരുന്നു. അതിൻ്റെ വരികൾ 4-5 വർഷം മുമ്പ് ലക്ഷദ്വീപിൽ നിന്ന് മുഫ്തി മുബാറക്ക് എന്ന് പറയുന്ന ഒരു സുഹൃത്ത് മുഖേന എടുത്തതാണ്. അദ്ദേഹത്തിൻ്റെ വേറെ ഓരോ കയ്യിലാണ് ഉണ്ടായിരുന്നത്. ആച്ചുവീട്ടിൽ ബീവി കൊയിലാണ്ടി തങ്ങൾക്ക് എഴുതിയ കത്ത് പാട്ട് കത്ത് എന്നുള്ള ഒരു തലക്കെട്ടോടെയാണ് കാണുന്നത്. കത്ത് പാട്ടാണ്, ഒരു പാ കാണുന്നുണ്ട് അതിന്റെ ചേച്ചി തരംഗിണിയിൽ പാടിയിട്ടാണ് അത് കൂടുതൽ ജനകീയമായത്. അതെ അതെ അതെ. അപ്പൊ ഇതില് ഒരു 4 വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുപോയ വരി, എന്നങ്ങ് ഞാൻ ചോദിക്കുന്നു നെഞ്ചകം പുന്നാരെ തങ്ങളെ കാണുവാൻ, ഇമ്പമതാകിനെ മാരരെന്നൂടെ മുമ്പോടണഞ്ഞൊന്ന് ചേരുവാൻ, സുന്നീരരെന്നോടെ മാരരായിട്ടിരുന്നൂടെയോ മൗത്തോളവും ചിന്തയിലൊടുങ്ങാതെ മാതിരി എൻ്റെ ദില്ലിൽ കൊതിമുത്തി വാഴുവാൻ. ഈ 4 വരിയാ വിട്ടുവയ്ക്കുന്നത്. ഈ രംഗത്ത് എന്തെങ്കിലും അംഗീകാരങ്ങൾ ഷാജിനെ തേടിയെത്തിയായിരുന്നോ? തീർച്ചയായും. ആദ്യമായിട്ട് എനിക്കൊരു സ്നേഹാദരം തരുന്നത് എൻ്റെ അയൽപ്രദേശമായ കട്ടത്തടുക്കയിലെ കൈരളി കട്ടത്തടുക്ക എന്ന് പറയുന്ന ഒരു ക്ലബിലെ കൂട്ടായ്മയാണ്. എൻ്റെ ഗുരുവിൻ്റെ കൂടി കൂട്ടായ്മയാണ് യൂസുഫ് കട്ടത്തടുക്കയുടെ, നേരത്തെ പറഞ്ഞല്ലോ. അതിനുശേഷം തനത് മാപ്പിള കലാ സാഹിത്യവേദി എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ കേരളത്തിൽ അറിയപ്പെടുന്നൊരു കൂട്ടായ്മയാണ്. അവരുടെ 5ാം വാർഷികത്തിൽ നടുത്തോപ്പിൽ അബ്ദുള്ള പുരസ്കാരം തന്നതായിരുന്നു. അതുപോലെ തന്നെ യുണൈറ്റഡ് പുത്തിക, എൻ്റെ അയൽപ്രദേശമാണ്, യുണൈറ്റഡ് പുത്തിക എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ തന്നിരുന്നു. പിന്നെ ഇതിൻ്റെ പിന്നിൽ ഇതിനൊക്കെ നന്ദി പറയാനുള്ളത്, ഇത് പ്രാപ്തരാക്കിയ ഒരുപാട് പേരുണ്ട്. ഒരിക്കലും ഒരാൾ ഒറ്റയ്ക്കൊരിക്കലും പ്രാപ്തരാകില്ല, അവർക്ക് പഠിപ്പിച്ചെന്ന ആൾക്കാരുണ്ട്. അപ്പോൾ യൂസഫ് കട്ടത്തടുക്ക എന്ന ഗുരുനാഥന് ശേഷം കൈപ്പുറം ബാവ മൗലവി, PTM മാനക്കര സാഹിബ്, OM കരുവാരക്കുണ്ട് മാഷ്, ബദറുദ്ദീൻ പാറന്നൂർ, സത്താർ ആലപ്പുഴ, അതുപോലെ തന്നെ MA മുഹമ്മദ് മരക്കാട്, PKA മജീദ്, അതുപോലെ നസറുദ്ദീൻ മണ്ണാർക്കാടും, അതുപോലെ ഷൈജൽ ഒടുങ്ങാക്കാട്, ഫനാസ് തലശ്ശേരി, ഞങ്ങളൊക്കെ പരസ്പരം ഗുരുക്കന്മാരാണ്. അഷ്റഫ് പുന്നത്ത് സാഹിബ്, ഇവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളൊക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നവരാണ്. അപ്പോൾ അവരൊക്കെ ഉള്ള ഒരു കൂട്ടായ രീതിക്കാണ് പോകുന്നുള്ളൂ. പലരും പലരായ രീതിക്ക് കണ്ടെത്തുന്നുണ്ട്. അവർ കണ്ടെത്തിയതുകൊണ്ട് പലതും അവരോടും ചോദിച്ചാൽ അവർക്കും പറയാനുണ്ടാവും പലതും. വലിയൊരു പഠന മേഖലയാണ്. എന്തായാലും അതിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയട്ടെ. താങ്ക് യു.